Dear friends, welcome back to SLS Academy. Special GK 100 questions ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന വരുന്ന എക്സാമുകൾക്കായ LGS, LDC, പോലീസ്, എക്സൈസ്, ഫയർമാൻ എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന GK ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ആഡ് മീ എന്ന് മെസ്സേജ് ചെയ്യാം. SLS അക്കാഡമി ഒഫീഷ്യൽ സെർച്ച് ചെയ്ത ടെലഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പിട്ടത് ആര് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ അത് തെറ്റിച്ചാണ് അതിനകത്ത് എൻട്രി ചെയ്തത്. അപ്പോൾ ഒന്നാമതായി ഒപ്പിട്ടതാണ് ആരാ? KP കേശവമേനോൻ. ഓക്കെ, മൂന്നാമതായി ഒപ്പിട്ടത് ആരാ? ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ അതൊന്ന് നോക്കിയോളാം. ക്ലിയർ? അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതെന്ന് വെച്ചാൽ ഏതാണ്? നാഡീകോശമാണ്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് വെച്ചാൽ പാമ്പാർ നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായലാണ്. മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ തൃശ്ശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭയാണ് ശ്രീമൂലം പ്രജാസഭ. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം വിമോചന സമരം. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6 വനിതകൾ. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്. ഒന്നുകൂടെ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം നാഡീകോശം. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പാമ്പാർ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായൽ. മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭ ശ്രീമൂലം പ്രജാസഭ. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭവും വിമോചന സമരം. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി C അച്യുതമേനോൻ. കേരളത്തിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി K കരുണാകരൻ. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം 1972. ദേശീയ പൈതൃക ജീവിയായി ആനയെ അംഗീകരിച്ചത് 2010 ഒക്ടോബർ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഒന്നുകൂടെ നോക്കാം. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി C അച്യുതമേനോൻ. കേരളത്തിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി K കരുണാകരൻ. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം 1972. ദേശീയ പൈതൃക ജീവിയായി ആന അംഗീകരിച്ച വർഷം 2010 ഒക്ടോബർ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഭിന്നലിംഗക്കാർക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി 7516.6. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്. ആദ്യകാലത്ത് ആന്ധ്രാക്കാർ അറിയപ്പെട്ടിരുന്നത് ശതവാഹനന്മാർ. പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദി. വിശാഖപട്ടണത്തെ പ്രശസ്തമായ കപ്പൽ നിർമ്മാണശാല ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ്. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി 7516.6. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്. ആദ്യകാലത്ത് ആന്ധ്രാക്കാർ അറിയപ്പെട്ടിരുന്നത് ശതവാഹനന്മാർ. പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദി.
വിശാഖപട്ടണത്തെ പ്രശസ്തമായ കപ്പൽ നിർമ്മാണശാല ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ്. തെലുങ്കാന സംസ്ഥാനം രൂപീകരിച്ച വർഷമായ 2014 ജൂൺ 2. കിഴക്കിൻ്റെ ഇറ്റാലിയൻ എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ ഭാഷ തെലുങ്ക്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. ഹൈദരാബാദിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമി 1948 നടത്തിയ ഓപ്പറേഷൻ പോളോ. ഹൊക്കനയ്ക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ നഗരം ചെന്നൈ. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൽ. ബൈബിൾ ആദ്യമായി തർജ്ജിമ ചെയ്യപ്പെട്ട ഏഷ്യൻ ഭാഷ തമിഴ്. ഒന്നുകൂടെ നോക്കാം. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച വർഷം 2014 ജൂൺ 2. കിഴക്കിൻ്റെ ഇറ്റാലിയൻ എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ ഭാഷ തെലുങ്ക്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. ഹൈദരാബാദിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമി 1948 നടത്തിയ ഓപ്പറേഷൻ പോളോ. ഹൊക്കനയ്ക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ നഗരം ചെന്നൈ. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൽ. ബൈബിൾ ആദ്യമായി തർജ്ജമ ചെയ്യപ്പെട്ട ഏഷ്യൻ ഭാഷ തമിഴ്. മധുര നഗരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി മണിമേഖല. തിരുവള്ളുവർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി. തമിഴ്നാട്ടിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എണ്ണൂർ തുറമുഖം. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി. പല്ലവ രാജവംശത്തിൻ്റെ ആസ്ഥാനം കാഞ്ചീപുരം. ആൾക്കൂട്ടത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് കാമരാജ്. വന്ദേമാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി. കന്നഡ ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം 2008. ശിവസമുദ്രം പ്രോജക്റ്റ് സ്ഥാപിതമായ വർഷം 1902. ഒന്നുകൂടെ നോക്കാം. മധുര നഗരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി മണിമേഖല. തിരുവള്ളുവർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി. തമിഴ്നാട്ടിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എണ്ണൂർ തുറമുഖം. വേദാരണ്യ ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി. പല്ലവ രാജവംശത്തിൻ്റെ ആസ്ഥാനം കാഞ്ചീപുരം. ആൾക്കൂട്ടത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് കാമരാജ്. വന്ദേമാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി. കന്നഡ ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം 2008. ശിവസമുദ്രം പ്രോജക്റ്റ് സ്ഥാപിതമായ വർഷം 1902. അടുത്ത പോയിന്റ്, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രി ദേവഗൗഡ. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ. നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറി ആസ്ഥാനം ബാംഗ്ലൂർ. ടിപ്പു സുൽത്താൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗപട്ടണം. ഹംപി സ്ഥിതി ചെയ്യുന്ന നദീതീരം തുംഗഭദ്ര. കൈഗ അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. പിച്ചള വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം വാരണാസി. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബീഹാർ. എന്നോട് നോക്കാം. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രി ദേവഗൗഡ. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ. നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറി ആസ്ഥാനം ബാംഗ്ലൂർ. ടിപ്പു സുൽത്താൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗപട്ടണം. ഹംപി സ്ഥിതി ചെയ്യുന്ന നദീതീരം തുംഗഭദ്ര. കൈഗ അറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. പിച്ചള വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം വാരണാസി. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബീഹാർ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ചമ്പാരൻ ബീഹാറിലാണ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ്. രാജാ ഝാൻസി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ. സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനം ഹരിയാന. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഒന്നുകൂടെ നോക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ചമ്പാരൻ. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ്. രാജാ ഝാൻസി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ.
സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനം ഹരിയാന. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം. കാസിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ആസാം റൈഫിൾ സ്ഥാപിതമായ വർഷം 1835. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള സംസ്ഥാനം നാഗാലാൻഡ്. മാവോ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം എന്ന നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ച ആദ്യ സ്ഥലം ബംഗാൾ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം രാമകൃഷ്ണ മിഷൻ. നോക്കാം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം. കാസിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ആസാം റൈഫിൾ സ്ഥാപിതമായ വർഷം 1835. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള സംസ്ഥാനം നാഗാലാൻഡ്. മാവോ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ച ആദ്യ സ്ഥലം ബംഗാൾ. സ്വാമി വിവേകാനന്ദ സ്ഥാപിച്ച പ്രസ്ഥാനം രാമകൃഷ്ണ മിഷൻ. ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാട് സുന്ദർബൻസ്. മിന്നൽ പിണറുകളുടെ നാട് നടത്താൻ വരുന്നത് ഡാർജിലിംഗ്. കർണാവതി എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ നഗരം അഹമ്മദാബാദ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് എന്നറിയപ്പെടുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധമേഖല സിയാച്ചിൻ. പ്രണയിക്കുന്നവരുടെ പർദീസ എന്നറിയപ്പെടുന്നത് ശ്രീനഗർ. ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ. വാഴക്കൃഷിയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഇപ്പോൾ നോക്കാം. ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാട് സുന്ദർബൻസ്. മിന്നൽ പിണറുകളുടെ നാട് നടത്താൻ വരുന്നത് ഡാർജിലിംഗ്. കർണാവതി എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ നഗരം അഹമ്മദാബാദ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധമേഖല സിയാച്ചിൻ. പ്രണയിക്കുന്നവരുടെ പർദീസ എന്നറിയപ്പെടുന്നത് ശ്രീനഗർ. ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. 7 ദ്വീപുകളുടെ നഗരം മുംബൈ. വാഴക്കൃഷിയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ രണ്ടാമത്തെ വലിയ നഗരം പൂനെ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ച വർഷം 1911. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര. ഒഡീഷയിലെ വ്യാവസായിക തലസ്ഥാനം റൂർക്കേല. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസി. ഒഡീഷയിലെ പ്രധാന തുറമുഖം പാരദീപ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഗുരുശിഖർ. പ്രസിദ്ധമായ ദിൽവാര ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു. തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ. നോക്കാം. മഹാരാഷ്ട്രയിലെ രണ്ടാമത്തെ വലിയ നഗരം പൂനെ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ച വർഷം 1911. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര. ഒഡീഷയുടെ വ്യാവസായിക തലസ്ഥാനം റൂർക്കേല. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസി. ഒഡീഷയിലെ പ്രധാന തുറമുഖം പാരദീപ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഗുരുശിഖർ. പ്രസിദ്ധമായ ദിൽവാര ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു. തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. ഉത്തരാഖണ്ഡിലെ കുംഭമേള നടക്കുന്ന സ്ഥലം ഹരിദ്വാർ. സെൻട്രൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം റാഞ്ചി. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ദ്രാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ്. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശിൻ്റെ ഏറ്റവും വലിയ നഗരം ഇൻഡോർ. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. ഉത്തരാഖണ്ഡിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഹരിദ്വാർ. സെൻട്രൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം റാഞ്ചി. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ദ്രാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ്. കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഇൻഡോർ. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.